ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് രോഹിത് സാറിന്റെ ഓഫീസാ. രോഹിത് സാറാ പറഞ്ഞിരിക്കുന്നത് ഒരാളെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. എന്നാലേ ആ രോഹിത് സാറിന്റെ ഭാര്യയാ ഞാൻ. എനിക്കിവിടെ വരാൻ ഒരാളുടെ അനുവാദം വേണ്ട. മാഡം പ്ലീസ്. വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ കമലിന്റെ നമ്പർ ഭാമയ്ക്ക് അറിയാനും പാടില്ല. പിന്നുള്ളത് ശാലിനിയാ. ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയോണ്ട് ഞാനിപ്പോ ഇവിടെ ജീവനോടെ ഇരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ എന്നെ വെള്ളമൊഴിപ്പിച്ച് കിടത്തായിരുന്നു നടുവാക്കെ തന്നെ. അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നതൊന്നും രാഘവേട്ടന് കണ്ണി പിടിക്കില്ലല്ലോ. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ വേസ്റ്റ്. ഇതെനിക്ക് കിട്ടണം. കഷ്ടപ്പെടാൻ ഞാനും കൈയടി വാങ്ങിക്കാൻ മറ്റുള്ളവർ. ഹോസ്പിറ്റലും എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശാലിനി ഇതൊരു നല്ല കാര്യമില്ലേ? നല്ല കാര്യം ചെയ്ത നല്ല കാര്യമാണെന്ന് പറയുന്നത് വേണം. അതൊന്നും പറഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാവില്ല. അതിനെ മനസ്സിലപ്പോ നന്മയൊക്കെ വേണേ. വിഷ്ണുവിന്റെ കുറവറിയിക്കാതെയാ ശാലിനി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? ശാലിനി വിഷ്ണുവിന്റെ ഭാര്യ ആയതുകൊണ്ടാ. വിഷ്ണുവിന്റെ അച്ഛനെയും അമ്മയും അവള് സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാ നോക്കുന്നത്. ശാലിനി നമ്മളിങ്ങനെ കുറ്റം പറയുന്ന ഒന്നുമേ അവനറിയരുത്. അപ്പൊ അറിഞ്ഞാലേ അവനോട് കിടന്ന് ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉപകാരങ്ങൾ എഴുതുന്ന അവന്റെ ഭാര്യയെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയാണോ? അവനിപ്പോ ഇതാണ് കേട്ടോണ്ടെന്ന് എന്തോ ചെയ്യും? പറഭാമേ, അവൻ കേട്ടോണ്ടെന്നെങ്കിൽ എന്തോ ചെയ്താന്? അച്ഛനിത് ആരുടെ കാര്യം പറയണേ? വേറെ ആരുടെ കാര്യമാ? വിഷ്ണുവിന്റെ ആരും തന്നെ. ഇത്ര ഉപകാരം ചെയ്ത് കൂടെ നിൽക്കുന്ന അവന്റെ ഭാര്യ വെച്ച് വെറുതെ ഓരോ നീ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാ ആർക്കാ സംഭവം ഉണ്ടാവാതിരിക്കുന്നത്? അതുകൊണ്ടേ ഇതൊന്നും അവ അറിയണ്ട. എന്തോ നോക്കുന്നേ? വിഷ്ണു ഇതൊന്നും അറിയണ്ടെന്നാ പറഞ്ഞേ. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ ഞാനല്ലേ ഇവിടെ നിൽക്കണേ? അച്ഛനിത് എന്തൊക്കെയാ? ഞാൻ വിഷ്ണുവല്ലേ നിൽക്കണേ? നീയപ്പോ നീ പെട്ടെന്ന് ഇന്ന് ഡോക്ടറെ കണ്ടിട്ട് വാ. നമുക്ക് പോകാൻ പറ്റുമെന്ന് ചോദിക്കേ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലടാ, എല്ലാം മാറി. വേദനയൊന്നും ഇല്ലെന്നേ. ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് വാ. നമുക്കേ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അച്ഛൻ കിടക്ക്. എടാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാന്ന്. പോവാം, നമുക്ക് ഉടനെ പോവാം. അച്ഛനിപ്പോ കിടക്ക്. ഞാനേ അച്ഛനൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ബില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. അല്ല, എന്നാ പിന്നെ അത് കഴിഞ്ഞു പോവാല്ലേ? പോണം, വീട്ടിലേക്ക് പോണം. പോവാം. ഇവിടെ ഇങ്ങനെ കിടക്കാനും വയ്യ. എന്തായാലും ഉണ്ടാത്തേ? ഡോക്ടർ പറഞ്ഞത് ശരിയാ. അച്ഛൻ്റെ ഓർമ്മ ഇടയ്ക്കിടയ്ക്കായിട്ട് പോകുന്നുണ്ട്. ഈശ്വര, നീ അച്ഛനെങ്ങാനും വീടുമൊത്തം പൊടിയായിരിക്കും. പോണം, വൃത്തിയാക്കണം, പോയെല്ലാം ചെയ്യണം. എത്രയേ? 110. ചേട്ടാ ഒരു മിനിറ്റ്.
ആരാ? എന്താ ഈ ചെയ്യുന്നേ? ഹ, ചോദിച്ചത് കേട്ടില്ലേ? എടോ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേന്ന്? നിങ്ങൾക്കെന്താ കണ്ണില്ലേ? കാണാൻ പാടില്ലേ? ഞാൻ കുപ്പികളിൽ ലേബലിട്ടിക്കുക. കുപ്പിയില് ലേബൽ ഒട്ടിക്കേ? എന്തിന്? എടോ എന്തിനാന്നല്ലേ ചോദിച്ചേ? ഇത് മദ്യക്കുപ്പികളാണല്ലോ. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഇങ്ങനെ അല്ല, നിങ്ങളെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? സെക്യൂരിറ്റി, സെക്യൂരിറ്റി! എന്താ എന്താ വിളിച്ച്? ഇത് ഇവരെന്തൊക്കെയോ ചോദിക്കുന്നു. ആരാ ഇവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെന്തിനാ ചോദിക്കാതെ പറയാതെ അകത്തേക്ക് കയറിയത്? ഞാൻ എന്റെ വീട്ടിലേക്ക് വരാൻ തന്നെ അനുവാദം ചോദിക്കണോ? നിങ്ങളുടെ വീടോ? ഇത് രോഹിത് സാറിന്റെ ഓഫീസാ. രോഹിത് സാറാ പറഞ്ഞിരിക്കുന്നത് ഒരാളെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. എന്നാലേ ആ രോഹിത് സാറിന്റെ ഭാര്യയാ ഞാൻ. എനിക്കിവിടെ വരാൻ ഒരാളുടെ അനുവാദം വേണ്ട. മാഡം പ്ലീസ്, രോഹിത് സാറിനോടൊന്നും ചോദിക്കാതെ. ഒരു സാറിനോടും താൻ ചോദിക്കണ്ട. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? പ്രശ്നം എന്താ? സാർ ഇവര് എന്താ എന്താ എനിക്ക് വേണ്ടത്? അവരവരുടെ പണി ചെയ്യട്ടെ. ഇതാണോ പണി? ഈ മദ്യക്കുപ്പികളിൽ ലേബൽ ഒട്ടിച്ച് ആളെ കൊല്ലുന്നതാണോ പണി? ഇത് എന്റെ ബിസിനസ് ആണ്. ഇത് ബിസിനസ് അല്ല, കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴി. ഇത് ഈ വീട്ടിൽ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യണം തീരുമാനിക്കാൻ ഞാനുണ്ട്. ഞാൻ പറയുന്നതും കേട്ട് അനുസരണയോടെ ഇവിടെ നിൽക്കാൻ പറ്റിയെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ നിനക്ക് പോകാം. രോഹിത്തെ, രോഹിത്തെ, അപ്പൊ നിങ്ങൾ നശിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ? ഇനി എന്ത് നശിക്കാൻ? നശിക്കാൻ ഇനി ഒന്നുമില്ല. എല്ലാം നശിച്ച് നാറാണക്കൻ എടുത്തതിന് ശേഷമാ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഇതെന്തായാലും തുടങ്ങി. ഇനി ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും, ആരെതിർത്താലും. അഹങ്കാരമാ നിങ്ങൾക്ക്. ആ ചന്ദ്രബോസും സുസ്മിതയും കൂടെ ഉണ്ടെന്നുള്ളതിന്റെ അഹങ്കാരം.